ഗൈസ് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മൾ നിന്നെ കാണുന്നില്ല ഗൈസ്, നമ്മൾ ഇന്ന് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായി എമ്പുരാൻ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് പോവുകയാണ്. അഭിയുണ്ട് കൂടെ ഗൈസ്. സോ എന്തായാലും പോയി പോണ വഴിയുള്ള കാര്യങ്ങൾ കാണിച്ചു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിട്ട് ഒന്ന് ഇതെന്തായിരുന്നു, ചിക്കൻ ചില്ലി ബണ്ണോ എന്തോ സാധനമാണ് ഗൈസ്. സാധനം കാണാൻ ഭയങ്കര സൈസായിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം ഗൈസ്. എങ്ങനെയാണ് ട്രൈ വെച്ചിട്ട് കഴിക്കട്ടെ ഗൈസ്. നമ്മൾ കഴിച്ച സാധനത്തെ കുറിച്ച് പറഞ്ഞാൽ മുടുകത്തെ എരിവാണ് ഗൈസ്. ഇവിടെയൊക്കെ ചുണ്ടൊക്കെ എരിഞ്ഞിട്ട് വരല. പിന്നെ ഫുള്ള് സവാളയാണ്. ചിക്കൻ ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വയറ് പറഞ്ഞു, പക്ഷെ അത്ര പോരാ. 65 രൂപയ്ക്കുള്ള സാധനം. സോ ഗൈസ്, നമ്മൾ പടം കാണാൻ വന്നപ്പോൾ ഇവിടെ ഹൗസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഒക്കെ നമ്മുടെ പിള്ളേരാണ്. 4th years 3rd years 2nd years ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്ക് ഒച്ചപ്പാടും പോലാണ് ഗൈസ്. എമ്പുരാൻ കണ്ട ശേഷം ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പെരി പെരി അൽഫാം ഗൈസ്. എങ്ങനെയുണ്ടെന്ന് അഭി പറയും. പടം നമുക്ക് പിന്നെ പറയാം, നീ ആദ്യം ഇത് പറ. നല്ല എരിവുണ്ട് ഗൈസ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. നാളെ രാവിലത്തെ കേസ് എന്തായാലും തീരുമാനമായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് മയോണീസ് കുറച്ചധികം തന്നുകൊണ്ട് കുഴപ്പമില്ല, കഴിക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ പടം കണ്ടു, ഫുഡും കഴിച്ചു. ഫുഡും അടിപൊളിയായിരുന്നു, പടവും അടിപൊളിയായിരുന്നു. ബേസിക്കലി മൊത്തത്തിൽ നോക്കിയാൽ എല്ലാവർക്കും ഉള്ള ഇത് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതെ, മേക്കിംഗ് വൈസ് ടോപ്പ് നോച്ചാണ്. ഒരു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഒരു ഫീലാണ് ഗൈസ്. പിന്നെ സാധാരണ ഇപ്പം നോർമലായിട്ട് നമ്മൾ മാസ് മൂവീസിലൊക്കെ ഉള്ള ആ സംഭവം ഇത് മാസ് മൂവി അല്ല, ഒരു ക്ലാസ് മൂവിയാണ്. അതുകൊണ്ട് ബാക്കി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാവും അതൊരു സംശയമാണ് ഗൈസ്. പക്ഷെ മലയാളത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഒന്നൊന്നര സ്ക്രിപ്റ്റ്. പിന്നെ നല്ലൊരു സ്റ്റോറി ഉണ്ട്. ആക്ടിങ് വൈസ് നോക്കിയാലും എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പടം ഇങ്ങനെ പൊക്കി പിടിച്ചത് മഞ്ജു വാര്യറാണ് ഗൈസ്. മഞ്ജു വാര്യരുടെ സീൻസ് ഉണ്ട്, കുറച്ച് സീൻസ് ഉണ്ട്. അത് ഇച്ചിരി അൺഎക്സ്പെക്റ്റഡ് സീക്വൻസാണ് ഗൈസ്. പിന്നെ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പടി ആയിരുന്നു, പക്ഷെ ഇവിടെ എമ്പുരാനിൽ പ്രിയദർശിനി രാംദാസ് ആണ് ഗൈസ്. അതാണ് ഒരു ടാഗ് ലൈനാണ് മെയിനായിട്ട് ഉള്ള സംഭവം. ഖുറേഷി അബ്രഹാം എന്ന് വെച്ചാൽ വന്ന് വെറുതെ നിന്നാൽ മതി, നമുക്ക് ആ രോമാഞ്ചാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതൊരു സ്റ്റാർട്ടിങ് വേറൊരു കാര്യം, ഒരു അരമണിക്കൂർ ഹിന്ദിയാണ്. അതൊരു പ്രശ്നമാവുമെന്ന് തോന്നുന്നു ഗൈസ്. കാരണം നമ്മൾ മലയാളികളെ പോലെയല്ല ബാക്കിയുള്ളവർ. അവർക്ക് ഹിന്ദി നോർത്തിൽ കുഴപ്പമില്ല, കാരണം ഓൾറെഡി ഹിന്ദി മിക്സ് ആവും. പക്ഷേ ബാക്കിയുള്ളടത്ത് ഹിന്ദി ഇച്ചിരി ഒരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നല്ലേടാ. ലാസ്റ്റ് ഒരു എൻഡ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. സംഭവം വരാണ്ട് തോന്നുന്നു. അതെ, L3 ഒരു സംഭവമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വേറെ തന്നെ എഴുതി കാണിക്കുന്നതൊക്കെ അത് മനസ്സിലായില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും. ഞങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനുള്ള കാരണം, ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനുള്ള കാരണം എന്നാൽ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ലാസ്റ്റ് ഒരു പോയിന്റിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ആ ഒരു പോയിന്റ് അടിപൊളിയാണ്. ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീനായിരിക്കും അടുത്ത പടം. പക്ഷേ അടുത്ത പടത്തിൻ്റെ പേരിനെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല, അതൊരു നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ എമ്പുരാൻ റിവ്യൂ ഗൈസ്. അപ്പോൾ നമ്മൾ എമ്പുരാൻ കണ്ട് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ശരിക്കും വീരാധീര സൂര്യം കൂടിയും കാണേണ്ടതായിരുന്നു, പക്ഷേ അത് കോർട്ട് കേസ് ബാൻ ആയതുകൊണ്ട് നമ്മൾ കണ്ടില്ല. ഇനി റീഫണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. സോ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ നാളെ അടിപൊളി വ്ലോഗായിരുന്നു. എല്ലാവർക്കും ബൈ.